സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റെയിൽവേ പാളത്തിൽ കൂടി ശരീരം മുഴുവൻ ചെളി പുരണ്ട ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ തലയും വെട്ടിയെടുത്തിട്ട് നടന്നു പോകുന്നതാണ്. ആ സ്ത്രീ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസുകാരെല്ലാം ഇവരെ കണ്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പലരും ബോധം കെട്ട് വീഴുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ സ്ത്രീ കൊന്ന വ്യക്തിയുടെ ബാക്കി ശരീരഭാഗം ഒരു വെള്ളമില്ലാത്ത കിണറിൽ നിന്നും പോലീസുകാർ കണ്ടെടുക്കുന്നതാണ്. അവിടുത്തെ സ്റ്റേഷനിൽ IPS ട്രെയിനിങ്ങിന് വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അനുദീപ് എന്ന് പറയുന്ന ആള്. അയാളാണ് നമ്മുടെ മൂവിയിലെ നായകൻ. പിന്നീട് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അനുദീപ് ഈ ഒരു ഒടല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സ്മൃതിയെ വിളിച്ച് പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് വെങ്കടേഷ് എന്ന് പറയുന്ന ഒരാളെയാണ്. അയാൾ വിവാഹം കഴിച്ചത് മാധവി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയാണ്. ഇന്നായിരുന്നു ഇവരുടെ ശാന്തി മുഹൂർത്തം, അതായത് ഫസ്റ്റ് നൈറ്റ്. രാത്രിയാവാം ഇവർ കാത്തിരിക്കുകയാണ്, വെങ്കടേഷും മാധവിയും. ആ നാട്ടിലെ മിക്ക വിവാഹത്തിനും ഫോട്ടോ എടുക്കുന്നത് സാമ്പ എന്ന് പറയുന്ന ഒരാളാണ്. ഇവരുടെ വീടിന് തൊട്ടടുത്താണ് രാധ എന്നും തിരുപ്പതി എന്നും പറയുന്ന ദമ്പതികൾ താമസിക്കുന്നത്. ആ നാട്ടിലുള്ള വലിയ വലിയ ആൾക്കാരുടെയൊക്കെ തുണിയെല്ലാം വാഷ് ചെയ്യുകയും അയൺ ചെയ്തു കൊടുക്കുന്നതും ഇവരായിരുന്നു. നാട്ടിലെ ഗ്രാമമുഖ്യനായിരുന്നു ഈ ഒരു വ്യക്തി. ഇയാളും ഇവരുടെ കയ്യിൽ തന്നെയാണ് തുണികളെല്ലാം കൊടുക്കുന്നത്. തിരുപ്പതിയുടെ അനിയനായിരുന്നു ചന്തു. ചന്തു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അന്ന് മാധവിയുടെയും വെങ്കടേശിൻ്റെയും ആദ്യരാത്രി ആയിരുന്നല്ലോ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം വിവേക് എന്ന് പറയുന്ന ഈ ഒരു പയ്യനായിരുന്നു. മാധവിയെ വർഷങ്ങളായിട്ട് വിവേക് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അവളാണെന്നുണ്ടെങ്കിൽ ഇവനെ ഒഴിവാക്കി. അതിൽ അവന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേ ഞാൻ അവളുടെ കൂടെ കിടക്കാൻ നിന്നോട് പറഞ്ഞതാ, അപ്പോൾ നീ കേട്ടില്ല. നിൻ്റേത് പവിത്രമായിട്ടുള്ള പ്രണയമാണെന്നല്ലേ നീ പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അനുഭവിച്ചോ? അവൾ നിന്നെ തേച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കുറേ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം തന്നെ ഇവന് ദേഷ്യം വരുന്നുണ്ട്. സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണുന്നത് മാധവി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതിൽ കണ്ടു എന്നും പറഞ്ഞിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരിടത്തേക്ക് ഓടിപ്പോകുന്നതാണ്. ന്യൂസ് കേട്ട് ഞെട്ടിത്തെറിച്ച് രാധയും തിരുപ്പതിയും അവിടേക്ക് ഓടി ചെല്ലുന്നു. ഇതറിഞ്ഞിട്ട് ചന്തു ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ അനുദീപും മറ്റു പോലീസുകാരും സ്ഥലത്തെത്തിയിട്ട് ബോഡി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതൊരു റേപ്പ് കേസാണെന്ന്. അവിടെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു ഫുട് പ്രിന്റും കിട്ടുന്നുണ്ട്. മാധവിയുടെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതെല്ലാം മിക്കവാറും എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വിവേകിന്റെ പണിയായിരിക്കുമെന്ന്. അങ്ങനെ അവർ വിവേകിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഞാനല്ല അത് ചെയ്തതെന്ന് അവൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവനെ അടിച്ച് കുറ്റം സമ്മതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ SI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിക്കാതെ ചോദ്യം ചെയ്യാൻ അനുദീപ് പറഞ്ഞെങ്കിലും ഈ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു SI അവനെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ SIയുടെയും മറ്റു പോലീസുകാരുടെയും അടി സഹിക്കാൻ വയ്യാതെ അവനാകട്ടെ ഇപ്പൊ കുറ്റം സമ്മതിക്കുന്നുണ്ട്. ഇവരുടെ അടി കാരണം കുറ്റം സമ്മതിപ്പിച്ച് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നേരത്ത് അവനാകട്ടെ ഓടി വന്നിട്ട് അനുദീപിന്റെ കാലിൽ വീണുകൊണ്ട് പറയുകയാണ്, ഞാനല്ല സാർ ഇത് ചെയ്തത്, ഇവർ എന്നെ അടിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ പറയുന്നത് സത്യമാണെന്ന് അനുദീപിന് മനസ്സിലായി. അത് മാത്രമല്ല, ക്രൈം ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫുട് പ്രിന്റ് 10 സൈസാണ്. ഇവൻ്റേത് ആകെ 8 സൈസ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല മാധവിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സിമന്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. കൊലപാതകിക്ക് ഏകദേശം 30 വയസ്സ് പ്രായം ഉണ്ടാവുക എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് ഇവനല്ല ഈ ഒരു കൊല ചെയ്തത്. അപ്പോഴാണ് അടുത്ത കൊല നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു കോൾ വരുന്നത്. ആ പെൺകുട്ടിയുടെയും മാരേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഈ ഒരു കൊലപാതകി വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രി കഴിയുന്ന പെൺകുട്ടികളെയാണ് കൊല്ലുന്നത്. ഇത് മിക്കവാറും ഒരു സീരിയൽ കില്ലറാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതേ ടൈമിൽ നമ്മുടെ രാധയും തിരുപ്പതിയെയും കാണിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതുവരെയും കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല. അതിനവർ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ രാത്രിയിൽ വന്ന് എൻ്റെ അടുത്ത് വെറുതെ കിടക്കുകയുള്ളൂ, അല്ലാതെ ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് രാധ ഒരു വൈദ്യരോട് പറയുന്നത്. അയാൾ ഒരുപാട് മരുന്നുകൾ ഇവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർക്കിടയിൽ വലുതായിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. ഇതേ സമയം പോലീസുകാരാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് വരികയാണ്. ആ പെൺകുട്ടിയുടെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിക്രൂരമായിട്ടാണ് അവൾ റേപ്പിന് ഇരയായിരിക്കുന്നത്. ഇതൊരു സീരിയൽ കില്ലറിന്റെ പണിയാണെന്ന് നമ്മുടെ അനുദീപ് SIയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും SI അതൊന്നും കാര്യമാക്കുന്നില്ല. നിങ്ങൾ ഓവറായിട്ട് പഠിച്ചതിന്റെ കുഴപ്പമാണെന്നാണ് SI പറയുന്നത്. എന്നാൽ ഈ രണ്ട് മർഡറും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അനുദീപിന് ഉറപ്പായിരുന്നു. ഇതിനെപ്പറ്റി എല്ലാം സ്മൃതിയോട് അവൻ സംസാരിക്കുന്നുണ്ട്. സാധാരണ കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്യുന്ന സീരിയൽ കില്ലേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യരാത്രി കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ അനുദീപ് രണ്ടാമത്തെ കൊലപാതകം നടന്ന ആ ഒരു സ്പോട്ടിൽ ഒന്നുകൂടി പോയി പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്നും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫോൺ അവന് കിട്ടുന്നുണ്ട്. അതിലെ കോണ്ടാക്ട്സും മറ്റും പരിശോധിക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ക്യാമറയിൽ അറിയാതെ പതിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന കുറച്ച് വിഷ്വൽസ് അവന് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ കൊലപാതകിയുടെ മുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ അതിൽ കേൾക്കാമായിരുന്നു.
അതിലെ ആ കില്ലറാവട്ടെ ആ പെൺകുട്ടിയോട് ആദ്യ രാത്രിയിൽ നിന്നെ എന്താണ് ഭർത്താവ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യ രാത്രിയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ പെൺകുട്ടിയുടെ വായിലൂടെ കേൾക്കുന്നതിലൂടെ ഈ ഒരു കില്ലർ ഹരം കൊള്ളുകയായിരുന്നു. എന്നിട്ട് അവളുടെ ഹസ്ബൻഡ് അവളെ എന്തൊക്കെ ചെയ്തോ അതെല്ലാം തന്നെ അവിടെ വെച്ച് അവനും ചെയ്യുകയാണ്. കൊലപാതകിയുടെ മുഖമൊന്നും അതിലുണ്ടായിരുന്നില്ല. വോയിസ് മാത്രം വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. ഈ സമയത്ത് നന്ദുവിനാവട്ടെ സാമ്പയുടെ കോൾ വരുന്നുണ്ട്. സാമ്പ ഒരു ഞരമ്പനാണ്. അശ്ലീല വീഡിയോസ് ഒക്കെ നന്ദുവിനെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നിനക്ക് ഇതൊക്കെ എവിടുന്ന കിട്ടുന്നതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ കല്യാണം കഴിക്കാവുന്ന പെൺകുട്ടി ഇപ്പൊ കുളിക്കാൻ പോകുന്നത്. ഉടൻ തന്നെ ഡോറിന്റെ ഹോളിലൂടെ അവൻ ഒളിഞ്ഞു നോക്കുകയാണ്. അതുവഴി പോയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നീ എന്താടാ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വരാണ്. ഇത് എന്റെ പെണ്ണാണ്, എന്റെ പെണ്ണ് കുളിക്കുന്ന നോക്കുന്നത് നിങ്ങൾക്ക് എന്താ തള്ളയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന രാധയാണ്. രാധ തന്റെ ബ്ലൗസിൽ പിന്നൊന്ന് കുത്തിത്താ എന്ന് പറഞ്ഞിട്ട് തിരുപ്പതിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് ഇവളുടെ ശരീരമൊക്കെ കണ്ടിട്ട്. നിനക്ക് രാത്രിയിലും വിറയല പകലും വിറയല, മര്യാദയ്ക്ക് പിന്നെ കുത്താൻ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നിന്റെ ദേഹത്ത് കൊള്ളുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പൊ രാധ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി മുതൽ നിന്റെ ഒരു മീശ പോലും എന്റെ ശരീരത്തിൽ കൊണ്ടിട്ടില്ല, പിന്നെയാണോ ഈ ഒരു പിന്ന്. തിരുപ്പതി അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ നല്ലപോലെ അണിഞ്ഞൊരുങ്ങാത്തതെന്ന്. ഞാൻ നല്ലപോലെ അണിഞ്ഞൊരുങ്ങി റെഡിയായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തുണി തരാൻ വരുന്നവരൊക്കെ എന്റെ വായി നോക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്നാണ് തിരുപ്പതിയും പറയുന്നത്. ഇവിടെ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് പലരെയും കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ അത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ചന്തുവിന്റെയും തിരുപ്പതിയുടെയും അടുത്ത് എത്തുമ്പോൾ തിരുപ്പതി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ആ സാമ്പയുടെ വോയിസ് പോലെ ഉണ്ടെന്ന്. അങ്ങനെ പോലീസുകാർ ആ സാമ്പയെ പിടിച്ചിട്ട് അവന്റെ വോയിസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുമ്പോൾ അത് മിസ്മാച്ച് ആയിട്ടാണ് കാണിക്കുന്നത്. അവന്റെ വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട് അവൻ ആ ഒരു സമയത്ത് ഈ ഒരു നാട്ടിലുണ്ടായിരുന്നില്ല എന്നും മറ്റൊരു വിവാഹത്തിന്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതോടുകൂടി പോലീസുകാർക്ക് അവനെ വെറുതെ വിടേണ്ട അവസ്ഥ വരികയാണ്. പോലീസുകാർക്ക് ഇപ്പൊ പ്രഷർ കൂടി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കേസ് സോൾവ് ആക്കണം. ഒടുവിൽ അനുദീപ് ഒരു ഐഡിയ പറയുന്നുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സെമലിൽ നിന്ന് നമുക്കൊരു DNA കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ആൾക്കാരുടെ DNAയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. എന്നാൽ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും അങ്ങനെ മാച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല എന്നാണ് SI പറയുന്നത്. അതിന്റെ ആവശ്യമില്ല എന്ന് അനുദീപ് പറയുന്നു. റിപ്പോർട്ട് പ്രകാരം കൊലപാതകി 25നും 30 വയസ്സിനും ഇടയിലുള്ള ആളാണ്. മാത്രമല്ല അയാളുടെ ഷൂ സൈസ് 10 ആണ്. അയാളുടെ ചെരുപ്പിന്റെ സൈസ് വെച്ചിട്ട് അയാളുടെ ഏകദേശം ഹൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ DNA സാമ്പിൾ എടുത്താൽ മതി. അത് ഏകദേശം 25 പേരോളം വരുമായിരുന്നു. സാമ്പിൾസ് എടുത്ത് പോലീസുകാർ അയക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ റിസൾട്ട് വരണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും. അപ്പോഴാണ് അവിടുത്തെ സർപഞ്ച് എന്ന് പറയുന്ന ഗ്രാമമുഖ്യന്റെ മകളുടെ കല്യാണം വിളിക്കാനായിട്ട് പുള്ളിക്കാരൻ സ്റ്റേഷനിലേക്ക് വരുന്നത്. അനുദീപ് അയാളോട് അപ്പോൾ തന്നെ പറയുന്നുണ്ട് ആ കൊലപാതകി പിടിച്ച ശേഷം മാത്രം നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തിയാൽ മതി, അതുവരെ നിങ്ങളൊരു 2 ആഴ്ച വെയിറ്റ് ചെയ്യാനായിട്ട് പറയാണ്. പക്ഷേ അയാളാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അയാളപ്പോൾ പറയാണ് എൻ്റെ വീട്ടിൽ കയറി ഒരുത്തനും കളിക്കാൻ തയ്യാറാകില്ല, എല്ലാവർക്കും എന്നെ പേടിയാണെന്ന്. അതുകൊണ്ട് എൻ്റെ മകളുടെ കല്യാണം തീരുമാനിച്ച സമയത്ത് തന്നെ ഞാൻ നടത്തും. അങ്ങനെ ആ നാട്ടിലെ എല്ലാവരും ചേർന്നിട്ട് ആഘോഷപൂർവ്വം ആ ഒരു വിവാഹം നടത്തി. സാമ്പ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ആവട്ടെ ഒരുതരം കാമവെറിയോട് കൂടിയിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ഫോട്ടോകളും മറ്റും എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അനുദീപ് 2 പോലീസുകാരോട് അവിടെ കാവൽ നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ആദ്യ രാത്രി കഴിയുന്നു. രാത്രി മുഴുവൻ പോലീസുകാർ കാവലിലുണ്ട്. രാവിലെ നോക്കുമ്പോൾ ഈ കല്യാണ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. പോലീസുകാരും അവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. കാരണം ആദ്യ രാത്രിക്ക് ശേഷമാണല്ലോ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അവിടുത്തെ ഗ്രാമമുഖ്യനായിട്ടുള്ള സർപ്പഞ്ചിന്റെ ഒറ്റ മകളായിരുന്നു അവള്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള ഒരു വരനെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ 2 പെൺകുട്ടികളും റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവരെ നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ചായ ഷോപ്പിൽ പോയിട്ട് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി മാത്രം ആ സ്റ്റേഷനിൽ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. സർപ്പഞ്ചിന്റെ മകളെയാണെന്നുണ്ടെങ്കിൽ കാണാനില്ല. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ചോളത്തോട്ടം മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയും കൊണ്ട് കൊലപാതകി ചോളത്തോട്ടത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. തന്നെ ഉപദ്രവിക്കാൻ വന്ന ആളുടെ മുഖം കണ്ടിട്ട് ഇത് നീയാണോ എന്ന് ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതേന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ആദ്യ രാത്രിയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. അവളെ കൊണ്ട് അതെല്ലാം പറയിപ്പിച്ചുകൊണ്ട് അവനാകട്ടെ അവളെ റേപ്പ് ചെയ്യുകയാണ്. പോലീസുകാർ അവിടെയെല്ലാം തേടിയെങ്കിലും ഈ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല. അനുദീപിനെ വിവരം അറിയിച്ച ശേഷം അനുദീപും മറ്റു സംഘങ്ങളും എത്തിയിട്ട് അവിടെ മൊത്തം പരിശോധിക്കുന്നുണ്ട്. ഒടുവിൽ ഇവർ കണ്ടെത്തുന്നുണ്ട് ആ ഒരു കൊലയാളിയെ. പോലീസുകാർ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു പെൺകുട്ടിയെ അയാൾ കൊന്നിട്ടുണ്ടായിരുന്നു. കൊലപാതകി ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ അനുദീപ് അയാളെ വീഴ്ത്തി ഒരു കല്ലെറിഞ്ഞിട്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് ചന്തു ആയിരുന്നു. അവനപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ മോട്ടർ എടുക്കാൻ വന്നാണെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ അവനെ പോലീസുകാരെ പിടിച്ചോണ്ട് പോയി ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. സംഭവം അറിഞ്ഞ് രാധ ഞെട്ടിപ്പോയി. അവളാകട്ടെ അപ്പം തന്നെ
തിരുപ്പതിയും വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ആൾക്കാരെല്ലാം തന്നെ അവരെ ശപിക്കുകയായിരുന്നു. എന്നാൽ കാര്യമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ സർപ്പഞ്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിക്ക് ഇവനെ വിട്ടുകൊടുക്കാതെ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് പൈസ അങ്ങനെ വാരി എറിയാണ്. മറ്റു വഴിയില്ലാതെ SI ആണെന്നുണ്ടെങ്കിൽ ചന്തുവിനെ സർപ്പഞ്ചിന് വിട്ടുകൊടുക്കുകയാണ്. അനുദീപിക്ക് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ ഒരു SIയുമായിട്ട് വഴക്കിലായി. ആ സമയത്താണ് രാധയും തിരുപ്പതിയും അങ്ങോട്ടേക്ക് വരുന്നത്. ചന്തു എവിടെ? അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് രാധ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും അനുദീപ് പറയുന്നു. സർപ്പഞ്ച് അവനെ കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. രാധയും അതുപോലെ തന്നെ തിരുപ്പതിയും അയാളുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കാല് വീണ് പറയുന്നുണ്ട് ചന്തു അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്നാൽ അയാളാവട്ടെ ദേഷ്യത്തിൽ അവളുടെ തലമുടിക്ക് കയറി കുത്തിപ്പിടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ തിരുപ്പതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവളുടെ മുടിയിലൊന്ന് കുത്തിപ്പിടിച്ചപ്പോഴേക്കും നിനക്ക് ദേഷ്യം വന്നില്ലേ? അപ്പോൾ അവൻ എൻ്റെ മകളെ എത്രത്തോളം ക്രൂരമായിട്ടാണ് കൊന്നത് നിനക്കറിയില്ലേ? ഞാൻ അത്രയധികം സ്നേഹിച്ച് വളർത്തിയ എൻ്റെ മകളെ, അങ്ങനെയുള്ള എൻ്റെ മകളെ അവൻ കൊന്നു കളഞ്ഞില്ലേ? ഞാൻ അവനെ വെറുതെ വിടില്ല. അയാൾ അവനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുപ്പതിയും രാധയും കൂടി ചേർന്നിട്ട് ഒരു വക്കീലിനെ കാണാൻ പോകുന്നുണ്ട്. 1,00,000 രൂപയാണ് ആ ഒരു വക്കീൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ പിറ്റേന്നാവട്ടെ അനുദീപ് സർപ്പഞ്ചിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മൾ അന്വേഷിച്ച കില്ലർ ചന്തു അല്ല, കാരണം മറ്റൊന്നുമല്ല, ഒരു പെൺകുട്ടി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള ചന്തു എന്തായാലും ആ ഒരു പെൺകുട്ടിയെ കൊല്ലില്ലല്ലോ. അപ്പോൾ കില്ലർ പുറത്ത് തന്നെയുണ്ട്. ആ ചോളത്തോട്ടത്തിൽ പോലീസുകാർ കില്ലറിനെ പിടിക്കാൻ ഓടിക്കുന്ന സമയത്ത് ചന്തു അവിടെ ഉണ്ടായിരുന്ന ഒരു മോട്ടർ മോഷ്ടിക്കാനായിട്ട് വന്നതായിരുന്നു. കില്ലറാണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാർ അവനെ പിടിച്ചതായിരുന്നു. സർപ്പഞ്ച് വന്ന് പോലീസുകാരെ കുറെ വഴക്ക് പറയുന്നുണ്ട്. പുതിയ പെൺകുട്ടിയുടെ ബോഡി ആകട്ടെ പോലീസുകാർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കുക എന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് സർപ്പഞ്ച് പോകുന്നത്. എന്നിട്ട് ചന്തുവിനെ അപ്പം തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ ചികിത്സയ്ക്കായിട്ട് കുറച്ച് കാശ് കൊടുത്തെങ്കിലും രാധ അതൊന്നും വാങ്ങുന്നില്ല. രാത്രിയിൽ അനുദീപ് ആവട്ടെ സ്മൃതിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു കില്ലറെ പിടിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മൃതി പറയാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്, നമുക്ക് വിവാഹം കഴിക്കാം, എന്നിട്ട് നമ്മുടെ ആദ്യരാത്രിക്ക് ശേഷം അവൻ എന്തായാലും എന്നെ കൊല്ലാൻ വരുമല്ലോ, അന്ന് അവനെ നമുക്ക് കൈയോടെ പൊക്കാം. ആദ്യം അനുദീപ് ഇതിനെ എതിർത്തെങ്കിലും സ്മൃതി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവനാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അനുദീപുള്ള ഒടല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അനുദീപ് ആകട്ടെ TV ചാനലിലൂടെ സംസാരിക്കുകയാണ്. ആ കില്ലറിനെ എന്തായാലും എന്നെ കൊണ്ട് പിടിക്കാൻ സാധിച്ചില്ല. എൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കി ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അതിനു മുമ്പ് ഈ നാട്ടിൽ വെച്ചിട്ട് എൻ്റെ വിവാഹം നടക്കാനിരിക്കുകയാണ്. നീ ശരിക്കും ആണാണെന്നുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യയെ ഒന്ന് തൊട്ടു നോക്ക്. അത്രയും പറഞ്ഞിട്ട് അനുദീപ് അവസാനിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ തിരുപ്പതിയും ചന്തുവും സാമ്പയും കാണുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് സ്മൃതിയുടെയും അനുദീപിൻ്റെയും വിവാഹം കഴിയുന്നു. അതിൻ്റെ ഫോട്ടോസും സാമ്പയാണ് എടുക്കുന്നത്. സാമ്പയും ചന്തവും ഒക്കെ സ്മൃതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയാണ്. കല്യാണശേഷം ഇവർ ക്വാർട്ടേഴ്സിലേക്ക് വരികയാണ്. അവിടെ എല്ലാം ഒരുക്കുന്നത് രാധയും തിരുപ്പതിയും ചേർന്നിട്ടാണ്. എല്ലാവർക്കും ബിരിയാണി വാങ്ങിക്കൊടുക്കാനായിട്ട് തിരുപ്പതിയുടെ കയ്യിൽ അനുദീപ് കാശും കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി തിരുപ്പതിയും സാമ്പയും ചന്തവും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. സാമ്പയാകട്ടെ തിരുപ്പതിയോടും ചന്തുവിനോടും പറയുന്നത് ആ ഒരു പോലീസുകാരൻ്റെ ഭാര്യ എത്ര സുന്ദരിയാടാ, അയാൾ ഇപ്പോൾ എൻജോയ് ചെയ്യുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ തിരുപ്പതി അവനോട് പറയുന്നുണ്ട് നിനക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നീ പോയി കല്യാണം കഴിക്കുക. എന്നാൽ സാമ്പ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ നാട്ടിലെ കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ ആ കില്ലറാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്തുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അനുദീപിൻ്റെയും സ്മൃതിയുടെയും ആദ്യരാത്രി കഴിഞ്ഞു. അന്ന് രാത്രി രാധയാകട്ടെ എലിയുടെ ബഹളം കേട്ടിട്ട് ഉണരുന്നുണ്ട്. എലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി താഴെ വിടുന്നുണ്ട്. ആ പെട്ടിയൊക്കെ നമ്മുടെ രാധ എടുത്ത് നോക്കുമ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ ഇന്നേഴ്സും കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടതും അവളാകെ ഞെട്ടി തരിച്ചു പോവാണ്. ഇവള് ആ ഒരു ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് അവളുടെ സാരിത്തുമ്പിൽ കെട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. തിരുപ്പതിയും ചന്തുവും അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അവൾ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് തിരുപ്പതി ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവുകയാണെന്ന്. ഞാൻ ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവൾ ആ മരിച്ചു പോയിട്ട് പെൺകുട്ടികളുടെയൊക്കെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓരോ സ്ഥലത്തും പോയിട്ട് ആ ഒരു ആഭരണങ്ങൾ അവരവരുടെ മാതാപിതാക്കളോടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ മകളുടേതാണെന്നൊക്കെ ചോദിക്കുകയാണ്. അവരെല്ലാവരും പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ മകളുടേതാണെന്ന്. അങ്ങനെ രാധ വീട്ടിൽ തിരിച്ചെത്തി. അവിടെ നോക്കുമ്പോൾ തിരുപ്പതിയെയും ചന്തുവിനെയും കാണാനില്ല. പേടിച്ച് പോയിട്ടുള്ള അവളാണെന്നുണ്ടെങ്കിൽ അനുദീപിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അനുദീപ് ആ ഫോൺ അടിക്കുന്ന ശബ്ദം ഒന്നും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. തിരുപ്പതി അപ്പോൾ അവിടെ വന്നിട്ട് അനുദീപിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കഴുകാനുള്ള തുണികൾ തരാനായിട്ട്. ഉള്ളിലുണ്ട് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ തുണിയെല്ലാം എടുത്തുകൊണ്ട് അവൻ പുറത്തേക്കും പോകുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് തുണിയെല്ലാം അവൻ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ട് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുദീപ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കുന്നുണ്ട്. ഒരുപാട് മിസ് കോൾ കണ്ടപ്പോൾ അവൻ രാധയെ തിരിച്ചു വിളിക്കുകയാണ്. ഫോൺ എടുത്തപ്പോൾ തന്നെ രാധ ചോദിക്കുന്നുണ്ട് മാഡം എവിടെയെന്ന്. മാഡം ഉള്ളിൽ കിടന്നുറങ്ങുകയാണെന്ന് അനുദീപ് പറയുന്നുണ്ട്. ഒരു തവണ ഒന്ന് പോയി നോക്കാനായിട്ട് അവൾ പറയുകയാണ്. അവൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും സ്മൃതിയെ കാണുന്നില്ല. അത് കേട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രാധ പറയുന്നുണ്ട് ആ കില്ലർ വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് തിരുപ്പതിയാണെന്ന്. അത് കേട്ടതും അനുദീപാകെ ഞെട്ടി
ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നമ്മുടെ സീരിയൽ കില്ലർ ആയിട്ടുള്ള തിരുപ്പതി ആണെന്നുണ്ടെങ്കിൽ തുണി എടുക്കാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന സ്മൃതിയെയും മയക്കി കിടത്തിയിട്ട് സൈക്കിളിന്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോയേക്കാണ്. സാർ അവിടെയെല്ലാം അന്വേഷിക്കും, ഞാൻ ഇവിടെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് രാധയും അനുദീപും ആണെന്നുണ്ടെങ്കിൽ രണ്ട് വഴിക്ക് പോവാണ്. രാധ എന്നിട്ട് തിരുപ്പതിയുടെ ഡ്രസ്സ് അവളുടെ നായ മണപ്പിക്കുന്നുണ്ട്. ആ നായ പോകുന്ന വഴിയെ അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോവുകയാണ്. അങ്ങനെ ഒരു സർക്കാർ കിണറിന്റെ അടുത്താണ് ഇവർ എത്തിച്ചേരുന്നത്. അവിടെ നോക്കുമ്പോൾ കാണുന്നത് ഒരു കിണറിനുള്ളിൽ വെച്ചിട്ട് തിരുപ്പതി ആവട്ടെ സ്മൃതിയെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം അവൾ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. രാധയോട് മിണ്ടാതിരിക്കുക എന്ന് തിരുപ്പതി പറയുന്നുണ്ട്. അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന അവനാകട്ടെ മുകളിലേക്ക് കയറി വന്നിട്ട് അവളെ അടിക്കുകയാണ്. നീ എന്തിനാടാ ഈ ക്രൂരതയൊക്കെ ഈ പാവം പെൺകുട്ടികളോട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ കാരണമാണ് ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടി വന്നതെന്ന്. അവന്റെ വോയിസ് തന്നെ മാറ്റിയായിരുന്നു സംസാരിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് പിന്നീട്. രാധയുടെയും തിരുപ്പതിയുടെയും വിവാഹം നടക്കുന്ന സമയത്ത് രാധയ്ക്ക് വിവാഹത്തിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ അച്ഛൻ 3 മാസം മുമ്പ് മരിച്ചു പോയതുകൊണ്ട് പെട്ടെന്നാണ് വീട്ടുകാർ അവളുടെ വിവാഹം നടത്തിയത്. നീ എൻ്റെ ഭാര്യയായത് എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ തിരുപ്പതി അവളോട് പറയുന്നു. എന്നാൽ ഒരുതരം വെറുപ്പോട് കൂടിയിട്ടാണ് അവൾ അവനോട് പറയുന്നത്, നിന്റെ സ്വപ്നങ്ങളൊക്കെ നടന്നു, പക്ഷേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നു പോയി. അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ തുണി അലക്കാനാണ് പോയിക്കൊണ്ടിരുന്നത്. അവൻ 3 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിലും അവളും അവനും തമ്മിൽ ചേരില്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇനി സഹിച്ചല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ അവിടേക്ക് കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. എന്നാൽ അവനാകട്ടെ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അപ്പോൾ ചോദിക്കുകയാണ്, നീ പല്ല് തേച്ചിരുന്നോ? നല്ല സ്മെല്ലുണ്ടല്ലോ. വീണ്ടും അവൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ കുളിച്ചോ? വല്ലാതെ നിന്റെ ദേഹത്തു നിന്ന് വിയർപ്പിന്റെ മണം വരുന്നുണ്ട്. അങ്ങനെ അറപ്പ് തോന്നിക്കുന്ന രീതിയിലാണ് അവളുടെ സംസാരം മുഴുവൻ. അവൾ അവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ വീണ്ടും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നിന്നെക്കുറിച്ച് പറയുന്നത് ശരിയാണോ എന്ന്, അവരൊക്കെ എന്നെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ എല്ലാവരെയും സഹോദരിമാരെ പോലെയാണ് കാണുന്നത് എന്നാണ് അവർ പറയുന്നത്. നിനക്ക് ആണത്തം തന്നെ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ് എന്നും പറയുകയാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും വിറച്ചുകൊണ്ട് അവളെ ഉമ്മ വയ്ക്കാനായിട്ട് ആരംഭിച്ചു. എന്നാൽ അവൾ ഒരു ശവത്തെ പോലെ കിടന്നു കൊടുക്കുകയായിരുന്നു. പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ ആ ഒരു വൈദ്യനെ കാണാൻ പോകുന്ന സമയത്തും അവനെ ഓരോന്ന് പറഞ്ഞ് നാണം കെടുത്തു. എന്തിനേറെ പറയുന്നു, സ്മൃതിയുടെയും അനുദീപിന്റെയും മണിയറ ഒരുക്കുന്ന സമയത്ത് പോലും രാധ അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിനക്കൊരു നല്ല ഭർത്താവായിട്ടിരിക്കാനാണ് ആഗ്രഹിച്ചത്, പക്ഷെ നീ എന്നെ ഒരു രാക്ഷസനാക്കി മാറ്റി. എനിക്ക് ആണത്തം ഇല്ല എന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നേ. ആ ആണത്തം കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു പെണ്ണിന്റെ സഹായം കൂടി വേണമായിരുന്നു. നിന്നെ കൊണ്ട് അത് പറ്റിയില്ല, പക്ഷേ മറ്റു പലരെയും കൊണ്ട് സാധിച്ചു. അന്ന് മാധവിയുടെ ആദ്യരാത്രി നടക്കുന്ന സമയത്ത് ഇവനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജനലിലൂടെ അതവൻ ഒളിച്ചു കണ്ടിരുന്നു. ആ സമയത്ത് അവൻ്റെ ഉള്ളിലേക്കും ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ വന്നു. ആണത്തം തെളിയിക്കാൻ വേണ്ടിയിട്ട് മാധവിയെ അവൻ അന്ന് റേപ്പ് ചെയ്യുകയും അവൻ്റെ മുഖം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവളെ കൊല്ലുകയും ചെയ്തു. പക്ഷേ അന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സുഖം വീണ്ടും കിട്ടണമെന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് പിന്നീട് അവൻ പെൺകുട്ടികളെല്ലാം തന്നെ റേപ്പ് ചെയ്തു കൊന്നത്. എൻ്റെ ആദ്യ രാത്രിയിൽ ഞാൻ ഫെയിലായെങ്കിൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ആദ്യ രാത്രിയിൽ ഞാൻ സക്സസ് ആയി. അതുപോലെ അവന് സ്മൃതിയെയും വേണമായിരുന്നു. അവളെ അവിടെ നിന്ന് തള്ളി മാറ്റിയ ശേഷം അവൻ വീണ്ടും കിണറിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് സ്മൃതിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രാധയാകട്ടെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തൂമ്പയുമായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് സ്വന്തം ഭർത്താവായിട്ടുള്ള തിരുപ്പതിയുടെ തലയെടുക്കുന്നു. എന്നിട്ട് ആ ഒരു തലയുമായിട്ടാണ് അവള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഇതാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.